ഹലോ ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഫ്ലവർ മേക്കിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നല്ലൊരു ന്യൂ ഇയർ എല്ലാവർക്കും ആശംസിക്കുകയാണ്. നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല അടിപൊളി ഒരു ഫ്ലവർ മേക്കിങ്ങിലേക്ക് കടക്കാം. അതായത് ഈ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഈ ബഡ്സ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ വലിയ ഫ്ലവർ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇപ്പോൾ അത് ഏകദേശം ഞാൻ അന്ന് നോക്കിയപ്പോൾ ഒരു 40,000-ഓളം, ഒരു 40,000 വ്യൂസ് ആയിരുന്നു. ഇപ്പോൾ എത്രയാണെന്ന് അറിഞ്ഞില്ല, ഞാൻ നോക്കിയില്ല. 40,000 വ്യൂസിനോട് അടുത്തിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് നാളായ എൻ്റെ വ്യൂസൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതിന് മുകളിലായിരിക്കും. അതുപോലെ തന്നെ ബഡ്സിൻ്റെ ബഡ്സ് മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു. അതും ഏകദേശം ഒരു 1 lakh വ്യൂസ് കഴിഞ്ഞിരുന്നു. അതൊക്കെ കുറേ പേരെനിക്ക്, ഞാൻ ലൈവ് വീഡിയോസ് പ്ലാൻസിൻ്റെ ഇടാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഫോൺ നമ്പർ എടുത്തിട്ട് ഒരുപാട് പേര് ഞങ്ങൾ ഈ ഫോൺ നമ്പർ ആഗ്രഹിച്ചിരുന്നതായിരുന്നു, മാഡത്തിനെ അഭിനന്ദിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എനിക്ക് സന്തോഷം അറിയിച്ചു. എന്നെ ഇനിയും ഫ്ലവർ മേക്കിങ് കുറച്ചേറെ ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെന്നെ വിളിച്ചു. ആ ഫ്രണ്ട്സിനും എല്ലാം എൻ്റെ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. ഈ വരുന്ന ഈ ന്യൂ ഇയറിൽ, അതായത് ഈ വർഷം എല്ലാവർക്കും നന്മ നിറഞ്ഞതാകട്ടെ എന്ന് ഒന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും നമ്മുടെ നാടിനും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം. നല്ല വെറൈറ്റി ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ ഇന്ന് കാണും ഇൻഷാ അല്ലാ. നമുക്ക് ഇനിയിപ്പോൾ ഈ ഫ്ലവർ ഓർക്കിഡ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണാം. വെറും ഓർക്കിഡ് ആക്കാൻ വേണ്ടിയിട്ട് വെറും ചെറിയ രീതിയിൽ ഈ ബഡ്സൊക്കെ കണ്ടാൽ തന്നെ അറിയാം, വളരെ ചെറിയതാണ്. കാരണം നമ്മൾ ഒരു ഓർക്കിഡാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഈ ഓർക്കിഡ് ഉണ്ടാക്കിയതെടുത്ത് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഫെവിക്കോള് ഈ ടേപ്പിലേക്കൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. കാരണം ഏത് ടേപ്പ് വാങ്ങിച്ചാലും എല്ലാത്തിലും ഗമ്മ് കുറവാണ്. ഈ പശ കുറവായതിനാൽ കുറേ നാൾ കഴിയുമ്പോൾ ചെറിയൊരു ചൂട് തട്ടിയാലും ഇത് അഴിഞ്ഞിങ്ങി പോരും. ഒരിക്കലും അഴിയാതിരിക്കാൻ വേണ്ടിയിട്ടും ഈട് നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ഗം ഉപയോഗിക്കുന്നത്. എല്ലാത്തിലും ഞാൻ ഇതുപോലെ ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ചുറ്റുന്നത്. എത്ര പശയുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഏത് പുതിയ ടേപ്പായാലും ഞാൻ ഗം ഉപയോഗിക്കും. അത് കാരണം നമുക്ക് ഇത് കേടാകാതിരിക്കും. ഇതുപോലെ ഓരോന്നും ലെയറായിട്ട് വെച്ചതിന് ശേഷം ഞാൻ ഈ ഫ്ലവർ ഇതിലേക്ക് വെച്ച് ഒന്നുകൂടെ ടേപ്പ് ചുറ്റിയെടുക്കുകയാണ്. നല്ലൊരു ഓർക്കിഡ് പൂവാക്കി നമുക്ക് മാറ്റാം. കുറച്ചേറെ ചെയ്ത് ഞാൻ ഈ സൈഡിലൊക്കെ വെച്ചിരിപ്പുണ്ട്. ഞാനിങ്ങനെ സെറ്റ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ മകനാണ് പറഞ്ഞത്, ഇളയാൾ, അയാളാണ് നമുക്ക് വീഡിയോ പിടിക്കാൻ ഉള്ള സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി തന്നത്. അയാൾ ഉണ്ടാക്കി തന്ന സ്റ്റാൻഡിലാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം മറ്റേത് അയാളുടെ സഹായം, ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമായിരുന്നു വീഡിയോ എടുക്കുന്നതിനായിട്ട്. ഇതിപ്പോൾ അതൊന്നും ആവശ്യമില്ല. ആ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾക്ക് ഡെയിലി എൻ്റെ വീഡിയോസ് പ്രതീക്ഷിക്കാം. നാളെ ഞാൻ ഇനി തുടർന്ന് കുറച്ചേറെ ഫ്ലവേഴ്സിൻ്റെ മേക്കിംഗ് നമുക്ക് കാണാനുണ്ട്, പഠിക്കാനുണ്ട്. ഒരുപാട് പേർ പഠിക്കുന്നുണ്ട് എന്നറിഞ്ഞത് വളരെയേറെ സന്തോഷം. അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. അവർ നിരന്തരം എന്നെ വിളിക്കുന്നുണ്ട്, ബാക്കി ഫ്ലവർ മേക്കിംഗ് കൂടെ കാണിക്കണം ഇത്ത എന്നൊക്കെ പറഞ്ഞു. ആയതിനാലാണ് ഞാൻ ഇനി തുടർന്നങ്ങോട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കണം. അതുപോലെ നാളെയും നമുക്ക് കാണാം ഇതുപോലെ വീഡിയോസ്, നല്ല നല്ല വീഡിയോസുകൾ. ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഫ്ലവർ ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കുണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം. അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ലെയറായിട്ട് ഞാനൊരു ഓർക്കിഡ് ഫ്ലവേഴ്സ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓർക്കിഡ് പോലെ ആക്കിയിട്ട് നമുക്ക് നല്ല നല്ല സ്റ്റാൻഡുകളിൽ, അതായത് നമ്മുടെ വീട്ടിൽ പഴയ കപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെയിൻറ്റ് ചെയ്ത് നമുക്ക് ആക്കാവുന്നതാണ്. നമുക്കിനി ഒരു ലീഫും കൂടി സെറ്റ് ചെയ്ത് ഇതിനകത്തുനിന്ന് വെക്കാം. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ റൂമിനുള്ളിൽ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം.
അതിനൊക്കെ ഇതിൻ്റെ ഈ തണ്ട് ഭാഗം വരുന്നതിന് കുറച്ചുകൂടി നീളം വരണം. ഞാനിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് കുറച്ച് നീളം കൂടി ആക്കിയിട്ട് നമുക്ക് ഇത് ഒരു കപ്പിലേക്ക് കാണാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് സെറ്റ് ചെയ്യുന്നതിൻ്റെയും എല്ലാം. എന്നാലും ഓർക്കിഡിൻ്റെ അങ്ങനെ ചെറിയൊരു ഓർക്കിഡ് സെറ്റ് ചെയ്യുന്നതോ അങ്ങാണ്ട് ഇട്ടിട്ടുള്ളൂ. ഇതിപ്പം വലിയ രീതിയിൽ നമുക്ക് ഇതുപോലെ ഇതിപ്പോൾ എനിക്ക് ഓർഡറുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ മോനാണ് പറഞ്ഞത് ഇത് ഒരു വീഡിയോസ് എടുത്തിട്ട് ഉമ്മി എന്ന്. അന്നേരം അപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ചേറെ വീഡിയോസ് ഇനി അങ്ങോട്ട് പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോസെങ്കിൽ എടുത്തേക്കാം എന്ന് കരുതിയത്. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേറെ ഒരെണ്ണം കൂടി സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. വേറെ ഇതുപോലെ ഒരു 7 എണ്ണം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 2 എണ്ണം സെറ്റ് ചെയ്തെടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുപോലെ നല്ല നല്ല കമൻറ്റ്സ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആ ഫ്ലവർ കൂടി നമുക്കൊന്ന് കാണാം. ആ ഫ്ലവർ ഇതുപോലെ സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ലീഫൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ബൊക്കയ്ക്ക് എങ്ങനെയാണോ നമ്മൾ ലീഫ് വെക്കുന്നത് അതുപോലെ സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ മറ്റേ ഫ്ലവർ കൂടി ഒന്ന് എടുക്കാം. അതിനു മുമ്പിട്ട് എല്ലാവരോടും ഒന്നുകൂടി പറയുകയാണ്, എൻ്റെ വീഡിയോസുകളെല്ലാം തുടർന്നും പ്രതീക്ഷിക്കണം. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാം കാണുകയും വേണം. പനിയായിട്ടിരിക്കുകയാണ്. പനി കുറച്ചേറെ കുറവുണ്ട്. എന്നാലും നല്ല തൊണ്ടയടപ്പും ഒക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ആ ഫ്ലവർ കൂടി ഒന്ന് കാണാം. ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓർക്കിഡ് ഇതാണ്. ആ ഓർക്കിഡിൻ്റെ ഒരെണ്ണം നമ്മൾ ചെയ്ത് വെച്ചത് ഇപ്പോൾ 2 എണ്ണമായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. ഇത് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ആയിട്ട് മേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള മേക്കിംഗാണ്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി തന്നെ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫ്ലവർ തന്നെ ഒരുപാട് മോഡൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ സെൻറ്റർ ഭാഗത്ത് വെക്കുന്ന ആ യെല്ലോ കളറിന് പകരം വേറെ ഒരുപാട് മോഡൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് തന്നെ സ്വന്തമായിട്ട്. ഇനി വെറൈറ്റി ഒരു ഫ്ലവർ മേക്കിങ്ങുമായിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും കാണും. എന്താണെന്ന് വെച്ചാൽ ഇതേ ഫ്ലവർ തന്നെ ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ബഡ്സിൻ്റെ മേക്കിങ് അടുത്ത വീഡിയോസിൽ ഉണ്ട്. നാളെ ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ അത് നിങ്ങളെ കാണിക്കും. അതുപോലെ നമുക്ക് ഈ ഫ്ലവറിൽ നിന്നും ഒരുപാട് ഒരു 25ഓളം മോഡൽ ബഡ്സ് മാറ്റി, അതായത് ഈ യെല്ലോ കളർ കണ്ടില്ലേ, അത് മാറ്റിയിട്ട് നല്ല നല്ല മോഡൽസുകളാക്കി നമുക്ക് ഈ ഫ്ലവറിനെ മാറ്റാൻ പറ്റും. അതുപോലെ ഈ ലീഫിൻ്റെ ഓരോ പെറ്റൽസും നമുക്ക് അതിമനോഹരമാക്കി പല പല മോഡലിലാക്കാൻ പറ്റും. ഞാൻ കുറച്ചേറെ മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിനി അടുത്ത വീഡിയോസിൽ ആ അതിമനോഹരമായ ഒരു വെറൈറ്റി, അതായത് ഈ ബഡ്സിൻ്റെ വ്യത്യസ്തമായ ബഡ്സ് ഉണ്ടാക്കുന്ന ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് വെക്കാനായിട്ട് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറുമായിട്ട് ഞാൻ വരും. ഇതേ ഫ്ലവർ തന്നെ മേക്ക് ചെയ്ത് നമുക്ക് ഈ ഫ്ലവറിൽ നിന്ന് തന്നെ കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റും. അത് കുറച്ചൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഇല്ലാത്തതൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. നമുക്ക് വീണ്ടും കാണാം.